ബാക്ക് ടു ട്രാവലിംഗ് ഡാറ്റ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് മടക്ക് അല്ലെങ്കിൽ അയിനാസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട ചേരുവകൾ എന്ന് വെച്ചാൽ നമുക്ക് മൈദ വേണം, ഒരു 1.5 കപ്പിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നുള്ള് ഉപ്പ്, പഞ്ചസാര ഒരു ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടത് നെയ്യാണ്. പിന്നെ നമുക്ക് വേണ്ടത് നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ഇത് ഉണ്ട പിടിക്കുമ്പോൾ നമുക്ക് ഗോതമ്പിന്റെ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, ആ രീതിക്കാണ് ചെയ്യണത്. പക്ഷെ അതിന്റെ സോഫ്റ്റ്നെസ് അതിനേക്കാൾ കുറഞ്ഞിട്ട്, അതായത് ഒരു ചെറിയൊരു പരുവരുപ്പ് ഉണ്ടാവണം. എന്നാലാണ് ഈ മടക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പിന്നെ നമ്മൾ പരത്തുമ്പോൾ നെയ്യും കാര്യങ്ങളും ചേർത്ത് കൊടുക്കും. പിന്നെ മടക്കുന്ന മുന്നേ നമ്മൾ ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മൈദയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൈദ, പിന്നെ 1 സ്പൂണ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വെള്ളം പിന്നെ നെയ്യ് 1 സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെള്ളം ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഒരു ആദ്യം നമുക്കിങ്ങനെ ഗോതമ്പ് മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെ, പക്ഷെ എന്നാൽ വല്ലാണ്ട് കുഴച്ച് സോഫ്റ്റ് ആണെന്ന് മാത്രം കേട്ടോ. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒന്ന് കുട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം സോഫ്റ്റ് വേണമെന്നില്ല, ഒരു ഇനി നമുക്ക് ഇത് പരത്തണ പരിപാടിയാണ്. അപ്പൊ പരത്തുന്ന പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ഇതുപോലത്തെ ഒരു സ്ക്വയർ ടൈപ്പ് വലിയ ഇതുണ്ടെങ്കിൽ, പരത്തണ സാധനം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അതിന് മുന്നേ നമ്മൾ അരിപ്പൊടിയാണ് വിതറുന്നത്. ഇനി മൈദ യൂസ് ചെയ്യാൻ പാടില്ല. അരിപ്പൊടി ഇങ്ങനെ വിതറണമെന്ന് വെച്ചാൽ കുട്ടി പിടിക്കാണ്ടിരിക്കാനാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ മടക്കുമ്പോൾ ലെയറായിട്ട് കിട്ടണ്ടേ. അപ്പം അതിന് മൈദ ആകുമ്പോൾ ഒട്ടി പിടിക്കുക ചെയ്യാം. അപ്പം ഇതാകുമ്പോൾ ഒട്ടി പിടിക്കില്ല, നല്ല ക്രിസ്പിനെസ് കിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നല്ല വലിപ്പമുള്ളതുകൊണ്ടേ നമുക്കൊന്ന് നോക്കിയിട്ട് 2 പീസായിട്ട് എടുക്കാം. ഓക്കെ, കറക്റ്റ് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരത്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി അരിപ്പൊടി കൂടെ കിട്ടും. ഇനി ഇത് പരത്താൻ നമുക്ക് നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ. നല്ലോണം തിക്നെസ് കുറച്ചിട്ട് പരത്തി ഇങ്ങോട്ട് എടുക്കണം. അപ്പൊ അതാണ് ഇതിന്റെ ടാസ്ക്. ഉണ്ടാ നല്ല ബലം ഉണ്ടാവണം, നന്നായിട്ട് കൈക്ക് നല്ല ബലം കൂടി ഉണ്ടാവണം പരത്തിയെടുക്കണം. എന്നാലാണ് നല്ല നൈസായിട്ട് കിട്ടാം. നമ്മള് ഏകദേശം നന്നായിട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി നമ്മള് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പ് കിട്ടണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഷേപ്പില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഭാഗം കൊടുത്ത് മാറ്റാണേ. ഇതൊരു സ്ക്വയർ ഷേപ്പാണ് കിട്ടുന്നത്.
അത്യാവശ്യം സ്ക്വയർ കിട്ടിയാൽ മതി. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു വേണ്ടത് നെയ്യ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെയ്യ് നമ്മൾ നല്ലോണം ഇടണം. ഓക്കെ, നല്ല മണാട്ടോ നെയ്യ് ഇടുമ്പോൾ തന്നെ. ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇതിനുള്ളിൽ ഫുള്ളായിട്ട് കൈ വെച്ച് പരത്തണം. നന്നായി ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് എന്തായിരിക്കും, നമുക്ക് അരിപ്പൊടി ജസ്റ്റ് ഇങ്ങനെ പാനിട്ടുള്ളോടെ പരത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ മതി, പരത്തുമ്പോൾ ശരിയായിക്കോളും. എല്ലായിടത്തേക്കും ഇങ്ങനെ തൂവി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മടക്കി എടുക്കാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക. ഓക്കെ, ഈ ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി വേണം ഇങ്ങനെ മടക്കുക. നമുക്ക് പല ഷേപ്പിൽ നമുക്ക് വലിയ അയിനാസ് വേണമെങ്കിൽ വലിയ അയിനാസ് ഉണ്ടാക്കാം, വലിയ മടക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറിയ മടക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചെറുതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മടക്കി ഇത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ മടക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി വേണ്ടത് കത്തി വെച്ച് നമ്മൾ മുറിക്കണം, നമുക്ക് ആവശ്യമുള്ളത്. അപ്പം എത്ര അളവാണ് വേണമെന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഈ ഒരു അളവിന് ഇത് എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ മടക്കി അല്ല ഇങ്ങനെ മുറിച്ച് കിട്ടും. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ. തൽക്കാലം ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഇരിക്കുന്ന എക്സ്ട്രാ ഉണ്ടാകില്ലേ അതും കൂടെ എടുത്തിട്ട് നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് അത് നമ്മളിങ്ങനെ പരത്തിക്കാം. നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടേ നല്ല മണമായിരിക്കും കേട്ടോ. നമുക്കിപ്പം തന്നെ ഒരു ഇത് വരും കഴിക്കാം. അപ്പോൾ ഒന്നുമില്ല, അത് കൂടെ നമുക്ക് മൈദ, പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, നെയ്യ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പലഹാരമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പഞ്ചസാര ഇതിൽ ബാക്കിയില്ലേ പഞ്ചസാര ലൈവ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഇത് വറുത്ത് കോരിയതിന് ശേഷം ഇട്ടയക്കാണ് ചെയ്യാം. നമുക്കത് പരത്തെടുക്കാം. അരിപ്പൊടി കുറച്ച് നല്ലോണം പരത്തിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നീളനെ സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവരണം. നമ്മളിത് സ്ക്വയർ ഷേപ്പാക്കാം. അപ്പോൾ മടക്കുമ്പോൾ ഈസി ആയിരിക്കുമല്ലോ, മടക്കി ഇങ്ങോട്ട് വെട്ടാൻ നോക്കുമ്പോൾ. പിന്നെ അത് കുഴപ്പമില്ല, നമ്മുടെ ഒരു ഇതിൽ ഉണ്ടാക്കണം മാത്രം.
ഒരു ഷേപ്പ് നോക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നെയ്യ് ഒഴിക്കുക. നല്ലോണം നെയ്യ് വെച്ചിട്ട് ചെയ്യാം. പരത്ത നല്ലോണം നെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ മടക്കിയ അത് അങ്ങനെ വിട്ട് വിട്ട് കിട്ടും. അതിനോണ്ടാണ് ചെയ്യണ്ട. നമ്മൾ ഇത് അരിപ്പൊടിൻ്റെ തൂര് നമുക്ക് ഒന്ന് മടക്കി കാണാം കേട്ടോ. നമുക്ക് മടക്കി നടക്കാം. ചെറിയ മടക്കുകളായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും. ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇതിന് നമ്മൾ വീണ്ടും മുറിക്കുക. ഇത്രയും ഇത്ര എണ്ണം നമുക്ക് കിട്ടൂട്ടോ. നമ്മൾ ഒരെണ്ണം ചെയ്തെടുക്കാം. ഈ ഒരെണ്ണം നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി ഇങ്ങനെ ഇതിൽ നിറച്ചത് പോലെ ഇതാക്കിയിട്ട് ഇതിങ്ങനെ വിട്ട് പോകുന്ന നമുക്ക് പേടിക്കണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ പരത്തുമ്പോൾ അങ്ങനെ കറക്റ്റായിക്കോളും. ഇങ്ങനെ ചെയ്തെടുക്കും. ഇത് ഈ പരുവത്തിലാണ് സംഭവിക്കുക. എന്നിട്ട് നല്ല നൈസായിട്ടിരിക്കില്ല. ആ ഇതിൽ വറുത്ത് പോരുമ്പോൾ അതിനകത്ത് ഇരിക്കാണ്ടില്ലേ അതേപോലെ വരും കേട്ടോ. അതുപോലെ നമ്മളിതിങ്ങനെ ഇവിടെ ഇട്ട് വെച്ചിട്ടാണ് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം.
പഞ്ചസാര പാനി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര പാനി റെഡിയാക്കാൻ ഏകദേശം ഒരു കാണിച്ച പഞ്ചസാര മുഴുവനായിട്ടുണ്ട്. ഒരു 4-5 ടീസ്പൂണ് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഒന്ന് അരിയണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് തണുത്ത് കിട്ടണം. പിന്നെ ഏലക്ക 3 പൊടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. പിന്നെ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്നുള്ള സാധനങ്ങൾ, നമ്മുടെ മടക്കിനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം. കാണുന്നുണ്ടോ? അപ്പോൾ ഞാനൊരു 5 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം പഞ്ചസാരയുടെ ഒരു ഇത് വരണല്ലോ. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് പഞ്ചസാരയുടെ ആഡ് ചെയ്യാം. നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ചെയ്യാം. ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അത് സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ഞാൻ എടുക്കുന്നുണ്ട് വറുക്കാൻ. അപ്പൊ എണ്ണ ചൂടാവണം, നല്ല ചൂടാവണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റുക നല്ല രീതിയിൽ. നാട്ടിൽ മാത്രം നമുക്ക് ഈ അയിനാസൊക്കെ വാങ്ങിക്കാറുണ്ട്. പുറം നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാം. അപ്പൊ ചെറിയ ചെറിയ അയിനാസാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ എന്ന് നമുക്ക് ഇടാം. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നോക്കാം, നമുക്ക് ചെറിയൊരു സംഭവം ഇട്ട് നോക്കട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരണം. പൊങ്ങി വരണമെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്ന് നടത്തട്ടോ. ഏകദേശം നല്ല കുഞ്ഞിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിമം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതൊക്കെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കട്ടോ. 3 ഇട്ട് കൊടുക്കാൻ ഗൈസ്, നോക്കിയോളൂ. കേട്ടോ പൊങ്ങിയാണത്. പൊങ്ങിയാണത് മറിച്ചിട്ട് കൊടുക്കാം. കോരിയെടുക്കാം കേട്ടോ. പൊന്തി വരുന്ന കേട്ടോ. പൊന്തി വന്നിട്ട് വേണം നമ്മള് മറിച്ചിടാൻ. ഒരു ഭാഗം നമ്മൾ മരിയട്ടെ. മടക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റില് ചിലത് അങ്ങനെ അധികം വന്നില്ല. കാരണം എന്താ വെച്ചാല്
എണ്ണ നല്ലോണം ചൂടായിട്ടാണ് നമ്മൾ ഇടാൻ. അതും കൂടി നല്ലോണം ചൂടാക്കണം. പിന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് ഇതുപോലെ കണ്ടോ, കാണുന്നില്ലേ? ഇതില് കണ്ടോ മടക്കുകൾ വരുന്ന ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ചസാര ലൈനിട്ട് സെറ്റ് ചെയ്യണം. മടക്കുകളുടെ ഉള്ളിലേക്ക് പഞ്ചസാര ലൈൻ ഇറങ്ങണം. ഇറച്ചും കൂടെ ഇടാം. ഇതിലേക്കാണ് ഏകദേശം എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ മറിച്ചിട്ടാക്കാം. പോളൊക്കെ വന്ന് തുടങ്ങിയണ്ട പോളം വരണം, അതാണ് കറക്റ്റ്. നമ്മൾ കുട്ടി അയിനാസുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വലിയ അയിനാസൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചതുകൊണ്ട് ചെറിയ ചെറിയ അയിനാസ് നമുക്ക് കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഓഫാക്കാണ്. നമ്മുടെ ഷുഗർ സിറപ്പാട്ടേക്ക് വേണ്ട പഞ്ചസാര പാനി നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതില് നമ്മുടെ അയിനാസ് ഈ മടക്കുകൾ ഫുള്ള് ഇതിലിട്ടിട്ട് കോരിയെടുക്കാം. അപ്പം ഇവിടെ വേണമെങ്കിൽ നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ലോണം ഇറങ്ങുന്ന രീതിയിൽ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റാം. അപ്പൊ ഇത് ഉണങ്ങുമ്പോൾ അതിന്റെ പൊടി പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് ഇടാം. അതിങ്ങനെ ഉള്ളിൽ ഇതിലിങ്ങനെ ആണ് ഇതിലേക്ക് ചെയ്തെടുക്കാം. മുടക്കുകളിലേക്ക് ചെയ്യും. അങ്ങനെ രീതിയിൽ ചെയ്യും. ഇതില് കാണുന്നുണ്ടോ? മടക്കിന്റെ ഉള്ളിലേക്കൊക്കെ ഇതിന്റെ മടക്കുകളുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആ രീതിക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത്
ഇതിലേക്ക് മാറ്റാം. ഇത് ഉണങ്ങണം കേട്ടോ. ഉണങ്ങുമ്പോൾ ആണ് ശരിക്കുള്ള ഒരു ഇത് ശരിയാവും. അയിനാസിന്റെ പരുവം കിട്ടുക. ഒരു പൊടി പൊടി പോലെ വരും. ഞാൻ അത്യാവശ്യം പഞ്ചസാര നല്ലോണം ഇട്ടിട്ടുണ്ട്. ഒരു 10-15 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. മധുരം കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടുന്നതനുസരിച്ച് നമ്മൾ പഞ്ചസാരയുടെ ഇത് കൂട്ടണം. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാരയിലാണ് കഴിക്കാട്ടോ. നമ്മുടെ മടക്കുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ശരിക്കും ഉണങ്ങണം, എന്നാലും നമ്മളൊന്ന് കഴിച്ചു നോക്കണം. ആ ക്രിസ്പിനെസ് ഉണ്ട്. പിന്നെ പഞ്ചസാര ലൈനിൽ ഇട്ടേണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. ഇനി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ പഞ്ചസാരൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടേ ആ ഒരു പൊടി പൊടി പോലെ വരില്ലേ, ആ സംഭവം വരും കേട്ടോ. പിന്നെ കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സാക്കിനൊക്കെ ആഡ് ചെയ്യും. നമ്മള് സാക്കിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാക്കിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറൊക്കെ പെട്ടെന്ന് കയറും. അപ്പൊ ഇതാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി വൈസ് നമുക്ക് ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ട് ഇതാണ് നല്ലത്. അപ്പൊ പഞ്ചസാര ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ആ പൊടിയിൽ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പൊടി കാണാം സൂപ്പർ. ഇപ്പൊ നല്ല ടേസ്റ്റ്. നമുക്ക് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഇതിൽ കിട്ടും. ഇപ്പൊ ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പൊ ഇനി അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി അടുത്ത ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.